ഹായ് ഗൈസ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇതും ഒരു ഓഫ് ഡേയിൽ എടുത്ത വീഡിയോ ആണ്. നോർമലി ഓഫ് ഡേയ്സിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറുള്ളൂ. ഒരു വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഓടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടലില്ല. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഓഫ് ഡേ ആണ്. എണീറ്റപ്പോൾ ഒരു ഇത്തിരി നേരം വൈകിയുണ്ട്. മോൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി അവളെ വേഗം ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ ചട്നിയാണ്. ചട്നി ഞാൻ ഓൾറെഡി അവൾ പോണതിന് മുന്നേ തന്നെ വേഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ദോശമാവ് ഉണ്ടാക്കിയിട്ടില്ല. കടയിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കാറാണുള്ളത്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിലുള്ള ഇതിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ലോണം ഫ്ലഫി ആയിട്ടുള്ള അപ്പവും അതുപോലെ ഇഡ്ഡലിക്കൊക്കെ നല്ല ബെസ്റ്റാണ് ഈ ഒരു അപ്പം ബാറ്റർ. ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചായ കൂടെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് കിടന്ന് നീറ്റിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറോളം ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റിട്ട് സമയം നോക്കിയപ്പോൾ അവളെ കൊണ്ടുവരാനായിട്ടുണ്ട്. അപ്പോൾ ബസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ പോയിട്ട് അവളെ എടുത്തു. ഇനി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗും കൂടെ ഉണ്ട്. വീക്ക്ലി വൺസ് ഞങ്ങൾ ഒരു വീക്കിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ മക്കളെ കൂട്ടി കടയിൽ പോയുള്ള അവസ്ഥ അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഈ ഒരു കാരമൽ പുഡിങ്ങും അതുപോലെ കിൻഡർ ജോയിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ച് ഉണങ്ങിയ ഡ്രസ്സൊക്കെ അതിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പുതിയതായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുകൂടെ വാഷ് ചെയ്ത് ഉണക്കാനുണ്ട്. പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ക്ലീനിങ് എല്ലാം ബാക്കി കിടക്കുകയാണ്. ഞാൻ കുറച്ച് ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ചില സമയത്ത് വിചാരിക്കും എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങണ്ടേ, കാരണം അതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന്. പക്ഷെ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം സമയം 1 മണി ആയിട്ടുണ്ട്. കിച്ചൺ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് ഞാൻ കുക്കിങ്ങിന് നിൽക്കുന്നുള്ളൂ. കാരണം ആകെ പരന്ന് കിടക്കുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ആദ്യം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുവിധം ക്ലീനിങ് എല്ലാം ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാം. ഇന്ന് അവിയൽ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തായാലും അധികം പണിയില്ലല്ലോ. കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ പെട്ടെന്ന് കുക്ക് ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണ്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുമ്പോഴൊക്കെ നമുക്കൊരു സാലഡ് കൂടെ ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്നുമില്ല, ക്യാരറ്റും കുക്കുംബറും കട്ട് ചെയ്തിട്ട് ഒന്ന് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിയലും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയം ഒരുപാടായതുകൊണ്ട് ഇനി ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മോള് സ്കൂളിൽ വന്നിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും അവൾക്ക് വിശക്കുന്നുണ്ടാവും. പിന്നെ ഒരു സമാധാനം, ആൾ എത്ര വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വിശക്കുന്നുണ്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരലില്ല. നമ്മൾ നിർബന്ധിച്ച് കഴിക്കണം. ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കിടന്ന് എണീറ്റിട്ടാണ് ഇപ്പോൾ ഞാൻ ബെഡൊക്കെ ശരിയാക്കുന്നത്. ക്ലീനിങ്ങും ഡ്രസ്സ് അറേഞ്ച് ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് പോയി ഫ്രഷ് ആയി വരണം. മോളെന്തായാലും കുളി കഴിഞ്ഞ് വന്ന് മേക്കപ്പ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സെറാവീൻ്റെ ക്രീമാണ്. ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. കിഡ്സിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. ഇനിയിപ്പോൾ ഈ കാണിക്കുന്നത് മോളുടെ ബർത്ത്ഡേക്ക് അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.